ചിരിയിലൂടെയും ചിന്തകളിലൂടെയും മലയാളി ജീവിതത്തിൽ നിറഞ്ഞുനിന്ന നടനും സംവിധായകനുമായ സലിം കുമാറിന് ജന്മനാട് വിട നൽകി. താൻ ഏറെ ആഗ്രഹിച്ചു നിർമ്മിച്ച വീടായ ലാഫിംഗ് വില്ലയ്ക്ക് സമീപമാണ് ദേശീയ അവാർഡ് ജേതാവായ നടന് ചിതിയൊരുക്കിയത്. മക്കളായ ചന്തുവും ആരോമലും ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തി. സലിംകുമാറിന്റെ ആഗ്രഹപ്രകാരം മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കി. വൈകിട്ട് 3:30 ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ഇന്നലെ രാത്രി അന്തരിച്ച സലിം കുമാറിന്റെ മൃതദേഹം രാവിലെ 8:00 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വടക്കൻ പറവൂരിലെ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോയത്. പറവൂരിലേക്ക് ദേശീയ അവാർഡ് എത്തിച്ച പ്രതിഭയെ അവസാനമായി കാണാൻ ആയിരക്കണക്കിന് പേരാണ് ടൗൺ ഹാളിൽ കാത്തുനിന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, OJ ജനീഷ്, VE അബ്ദുൽ ഗഫൂർ, MP-മാരായ ഹൈബി ഈഡൻ, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവർ ടൗൺ ഹാളിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. സലീം കുമാർ നമ്മളെല്ലാം വിട്ടുപോയി. ഏത് സംഘർഷ നിർഭരമായ സാഹചര്യത്തിലും ഏത് മലയാളിയെയും അവൻ്റെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിക്കാൻ കഴിവുള്ള നർമ്മബോധത്തിനും ഉടമയായിരുന്നു സി സലീം കുമാർ. സിനിമാ ലോകത്ത് നിന്ന് നിരവധി പേരെത്തി. സംവിധായകൻ കമൽ, ജയറാം, ദിലീപ്, നാദിർഷ, രമേശ് പിഷാരടി, നവ്യ നായർ, സൗബിൻ സാഹിർ, ആന്റണി പെരുമ്പാവൂർ, ബാബുരാജ്, മഹേഷ് നാരായണൻ, ആന്റോ ആന്റണി തുടങ്ങിയവർ എത്തിയിരുന്നു. ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോൾ വളരെ പ്രായം കുറവുള്ളൊരു മനുഷ്യനും കൂടെയാണല്ലോ. അദ്ദേഹത്തിന് ഒരുപാട് പ്രായമായിട്ടില്ല. തീർച്ചയായിട്ടും അതൊക്കെ ആലോചിക്കുമ്പോൾ പഴയ ഓർമ്മകളിലേക്ക് പോകുന്നു. ഒരുപാട് സങ്കടമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. 1 മണിയോടെ ടൗൺ ഹാളിൽ നിന്ന് ചിറ്റാറ്റുകരയിലെ ലാഫിംഗ് വില്ലയിലേക്ക് മൃതദേഹം എത്തിക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. 100 കണക്കിന് പേർ അപ്പോഴും അവസാനമായി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കുകൂടി പ്രിയ നടനെ കാണാൻ അവസാനമായി അവസരമൊരുക്കിയ ശേഷം ഉച്ചയ്ക്ക് 2:00 ചിറ്റാറ്റുകരയിലെ ലാഫിംഗ് വില്ലയിലേക്ക് മൃതദേഹം എത്തിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ വീട്ടിലാണ് എത്തിയത്. വൈകിട്ട് 3:30 മക്കൾ ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തി. 4 പതിറ്റാണ്ട് മലയാള കലാലോകത്ത് നിറഞ്ഞുനിന്ന കലാകാരൻ കണ്ണീരോർമ്മയായി മടങ്ങി. മീഡിയ 1 കൊച്ചി.